അപ്പോൾ എന്തായാലും ലഹരി തടയുന്നതിൽ എക്സൈസ് വകുപ്പ് അസാധാരണ സാഹചര്യം നേരിടുകയാണെന്ന് മന്ത്രി എം പി രാജേഷ് പറയുന്നു. ലഹരി മരുന്നും സിന്തറ്റിക് ഡ്രഗും സമൂഹത്തിൽ ഉയർന്നത് വലിയ വെല്ലുവിളിയാണ്. എക്സൈസ് മന്ത്രി എം പി രാജേഷ് ബ്രോസ് ഈവനിംഗിൽ അതിയെ തത്സമയം ചേരുകയാണ്. എം പി രാജേഷ്, വെൽക്കം ടു ബ്രോസ് ഈവനിംഗ്. നമസ്കാരം ശ്രീ എം പി രാജേഷ്. ശരിക്കും താങ്കൾ പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുറച്ച് കടുക്കും, അത്ര കൂടുതൽ വ്യാപകമാകുന്ന അക്രമവും കേരളത്തിൽ പെരുകുന്നു എന്ന രീതിയിലൊരു സൂചന താങ്കൾ പറയുന്നു. ഞങ്ങൾക്കറിയാം സർക്കാർ മാത്രം വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ എന്നാൽ ഇതിനകത്ത് എന്തായാലും ചടുലമായ ചില നീക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം വെളിനാടുകളിലൊക്കെ ഇരുന്ന മലയാളികൾക്കൊക്കെ തന്നെ വല്ലാത്ത ഒരു ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് വാർത്തകളുടെ വിശദാംശങ്ങളൊക്കെ കണ്ട് പടങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ. എന്താണ് താങ്കൾക്ക് ആമുഖമായി ഈ പരിപാടിയിൽ അതിഥിയായി ചേരുമ്പോൾ പറയാനുള്ളത്? ആമുഖമായിട്ട് പറയാനുള്ളത്, ഇന്ന് ഗവർണർ പറഞ്ഞതായിട്ട് ഒരു പ്രതികരണം കണ്ടു. അത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണം എന്ന്. ഇപ്പോൾ ലഹരിയോടുള്ള ആകർഷണം കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും ഏറി വരുന്നു എന്നതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ഹിംസയും കുറ്റവാസനയും ഗണ്യമായിട്ട് കൂടി വരുന്നു എന്നത്. അത് ഒരു പ്രശ്നമാണ്. ആൾക്കൂട്ടക്രമങ്ങൾ കൂടി വരുന്നുണ്ട്. ആത്മഹത്യ പെരുകുന്നു എന്നത് ഇന്നലെ ഒരു പത്രത്തിൻ്റെ മുഖപ്രസംഗം തന്നെ പെരുകുന്ന ആത്മഹത്യയെക്കുറിച്ചാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം രോഗാതുരമായ ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. യഥാർത്ഥ പ്രശ്നം സമൂഹത്തിൻ്റെ രോഗാതുരതയാണ് എന്ന് കാണും. പ്രത്യേകിച്ച് കേരളത്തിലെ കൗമാരത്തിൻ്റെ, ചെറുപ്പത്തിൻ്റെ, യൗവനത്തിൻ്റെ ഈ മാനസികാരോഗ്യം എന്നത് വളരെ ഗൗരവമായിട്ട് നാം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് പകരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ പ്രശ്നങ്ങളെ മാത്രം അഭിസംബോധന ചെയ്താൽ പോരാ എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് കൗമാരക്കാരും ചെറുപ്പക്കാരും ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? ലഹരി ഉപയോഗിച്ചാണെങ്കിലും അല്ലാതെയും അക്രമം ഒരു ലഹരിയായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ലഹരി ഉപയോഗിച്ചിട്ട് മാത്രമല്ല അക്രമം നടക്കുന്നത്, അല്ലാതെ തന്നെ ഒരു അക്രമവാസന വളർന്നു വരികയാണ്. എല്ലാം തല്ലി തീർക്കാം, എല്ലാം കൊന്നു തീർക്കാം എന്നൊരു മനോഭാവം വളർന്നു വന്നിരിക്കുന്നു. അങ്ങനെയാണ് തീർക്കേണ്ടത് എന്നാണ് ധരിച്ചിട്ടുള്ളത്. വേറൊരു പരിഹാരവും ഒരു പ്രശ്നത്തിനും ഇല്ല അവരുടെ മുമ്പിൽ. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് തല്ലി തീർക്കുക അല്ലെങ്കിൽ കൊന്നു തീർക്കുക എന്ന ഒരു സ്ഥിതി വളർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഇത് നാം വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു പ്രശ്നമാണ്. കേരളത്തിൻ്റെ പൊതുവായ മാനസികാരോഗ്യം, പ്രത്യേകിച്ച് കൗമാരക്കാരുടെയും ചെറുപ്പക്കാരുടെയും മാനസികാരോഗ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച വിദഗ്ധമായ ആഴത്തിലുള്ള വിശകലനവും പഠനവും ഗവേഷണവുമൊക്കെ ഇന്ന് ആവശ്യമാണ്. അങ്ങനെ ഒരു ബഹുമുഖ സമീപനം ഇതിലെടുക്കണം. ഇനി നമുക്ക് ലഹരിയിലേക്ക് വരാം. ലഹരിയിലേക്ക് വന്നാൽ ലഹരിയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. ജീവിതത്തിൽ ആന്തരികമായി തന്നെ ആഹ്ലാദം, ആനന്ദം ഒക്കെ കണ്ടെത്താൻ ധാരാളം മാർഗങ്ങൾ ഉണ്ടായിരിക്കെ അതിനൊന്നും തുനിയാതെ കൃത്രിമമായി എളുപ്പത്തിൽ ഈ ജീവിതത്തിൽ നിന്ന് ബാഹ്യമായ ഒരു ആനന്ദം കണ്ടെത്താനുള്ള ശ്രമമാണ് ലഹരിയിലേക്ക് എത്തിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു കൗതുകത്തിന് തുടങ്ങുന്നതാണ്, ചില സമയത്ത് അതൊരു സാഹസിക പ്രകടനം എന്ന നിലയിൽ തുടരുന്നതാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ ലഹരിയുടെ വിപത്തിനെ ചെറുക്കണമെങ്കിൽ അതൊരു സാമൂഹിക വിപത്താണ്. SKN പറഞ്ഞത് വളരെ ശരിയാണ്. സർക്കാരിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ സർക്കാർ ഒറ്റയ്ക്ക് മാത്രം നേരിടേണ്ടതെന്നല്ല, സാമൂഹിക വിപത്തിനെ സമൂഹമാകെയാണ് നേരിടേണ്ടത്. അപ്പോൾ ലഹരി വിപത്തിനെ ചെറുക്കുന്നതിൽ രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊന്ന് സാമൂഹികമായ ജാഗ്രത തന്നെയാണ്, സമൂഹത്തിൻ്റെ ഇടപെടലാണ്. രണ്ടാമത്തെ കാര്യം ലഹരിയുടെ ലഭ്യത തടയുക എന്നതാണ്. അവിടെയാണ് എക്സൈസ് പോലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ പങ്ക് വരുന്നത്. ആ ചുമതല നിർവഹിക്കാനാണ് എക്സൈസും പോലീസും ഒക്കെ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തേതിനേക്കാൾ നന്നായി കേരളത്തിലെ എക്സൈസും പോലീസും അത് നിർവഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഞാൻ വസ്തുതകളുടെ, കണക്കുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ആ കാര്യം പറയുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട.